ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ആശുപത്രി ജീവനക്കാർ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പാച്ചപ്പയ്ക്ക സ്വദേശി വെള്ളുവക്കണ്ടി പവിത്രൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കണ്ണൂരിലെ AKG ആശുപത്രിയിലെ ദിവസങ്ങളോളം ചികിത്സയ്ക്കൊടുവിൽ പവിത്രൻ സുഖം പ്രാപിച്ച് ജനുവരി 24-നായിരുന്നു ആശുപത്രി വിട്ടത്. 67 വയസ്സായിരുന്നു. ഗുരുതര ശ്വാസം മുട്ടലും വൃക്കരോഗവും ബാധിച്ച് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പവിത്രൻ. ഇനി ചികിത്സയൊന്നും നൽകാനില്ലെന്നും 10 മിനിറ്റിലധികം ജീവിച്ചിരിക്കില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾ ഡിസ്ചാർജ് വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു. കണ്ണൂരിലേക്കുള്ള യാത്രാമധ്യേ അനക്കമില്ലാതായതോടെ ബന്ധുക്കളും മരിച്ചെന്നുറപ്പിച്ചു. തുടർന്ന് 3.5 മണിക്കൂറോളം സഞ്ചരിച്ച് ജനുവരി 13 രാത്രിയോടെ AKG ആശുപത്രിയിലെത്തി. മോർച്ചറിയിലേക്ക് മാറ്റാൻ സ്ട്രക്ചറുമായി ആംബുലൻസിൽ കയറിയ ആശുപത്രി ജീവനക്കാർക്ക് പവിത്രന്റെ ശരീരം അനങ്ങുന്നതായി തോന്നി. ഉടൻ ആശുപത്രി അധികൃതർ ഇയാളെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. രോഗം മെച്ചപ്പെട്ടതോടെ ഈയിടെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. വീട്ടിൽ വിശ്രമത്തിലായിരിക്കെ രോഗം മൂർച്ഛിച്ചതോടെ തിങ്കളാഴ്ചയാണ് പവിത്രൻ മരിച്ചത്. സുധയാണ് ഭാര്യ. സഹോദരങ്ങൾ പുഷ്പ, രഘുനാഥൻ, സഗുണ. സംസ്കാരം പന്തക്കപ്പാറ പ്രശാന്തിൽ നടന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.